യൂത്ത് ഫോർ ക്രൈസ്റ്റ്. യൂത്ത് ഫോർ ക്രൈസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ ഏതാനും കുറച്ച് ചെറുപ്പക്കാരെയാണ്. തൃശ്ശൂർ ലൂർദ് പള്ളി അങ്കണം ചെറുപ്പക്കാരുടെയും മുതിർന്നവരുടെയും വട്ടം കൂടലിനും കുശലം പറച്ചിലിനും സായം സന്ധ്യകളിൽ വേദിയാകാറുണ്ട്. അത്തരം ഒരു വട്ടക്കൂടിൽ നിന്ന് ഒരു വൈദികൻ്റെ ആത്മീയ ഉപദേശത്തോടും താല്പര്യത്തോടും കൈവെപ്പും കൊണ്ടും രൂപം കൊണ്ടതാണ് ഈ സംഗീത കൂട്ടായ്മ റാമിയൽസ്. റാമിയൽസ് എന്നത് ഒരു ഹീബ്രു പദമാണ്. ദൈവത്തിൻ്റെ ഇടിമുഴക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ 9 വൃന്ദ മാലാഖമാരിൽ 6ാമത്തെ വൃന്ദത്തിൻ്റെ മുഖ്യദൂതനാണ് റാമിയൽ. സാത്താൻ്റെ ശക്തിയെ കീഴടക്കാൻ ദൈവത്തിൻ്റെ ഇടിനാദുമായി ഒരു സംഗീത കൂട്ടായ്മ, അതാണ് റാമിയൽസ്. We are your neighbors, we are your friends, we are relatives in our God. Forget your sorrows, forget your griefs, and welcome all the Prince of Peace. We are your neighbors, we are your friends, we are relatives in our God. Forget your sorrows, forget your griefs, and welcome all the Prince of Peace. 'Cause we are Ramiels, Ramiels, beat the Satan with thunder of God. We are Ramiels, Ramiels, beat the Satan with thunder of God. We here to cheer you up, wake you up, quake your heart and break the chain of sin. We are Ramiels, Ramiels, beat the Satan with thunder of God. We are Ramiels, Ramiels, beat the Satan with thunder of God. We here to cheer you up, wake you up, quake your heart and break the chain of sin. ഹായ്, എൻ്റെ പേര് ജിനോ ജോയ്. ഞാൻ റാമിയൽസ് ബാൻഡിലത്തെ വോക്കലാണ്. കൂടെ റിതം ഗിറ്റാർ ബാക്കപ്പും കീബോർഡ് കീസും സപ്പോർട്ട് ചെയ്തും വായിക്കാറുണ്ട്. ഞാൻ ബാംഗ്ലൂർ കൃപാനിധി കോളേജിൽ MBA ചെയ്യാണ്. എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ
മ്യൂസിക്കായിട്ടുള്ള റിലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് എൻ്റെ പപ്പയും ചേട്ടന്മാരൊക്കെ ഒരുപാട് മ്യൂസിക്കായിട്ട് റിലേഷൻ ഉള്ളവരാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിലൂടെ എനിക്കും ആ ഒരു കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തും അതുപോലെ പള്ളി, ഇടവക അതിലെല്ലാം കൊയറിൽ സജീവമായിട്ട് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാൻ ലൂർദ് കത്തീഡ്രൽ ഇടവകയിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ കൊയറിലും വളരെ സജീവമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പണ്ട് മുതലേ അതൊരു പാഷനാണ് പാട്ട് പാടുക എന്നുള്ളതും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളതൊക്കെ ഒരു പാഷനായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ചർച്ച് കൊയറിൽ പാർട്ടിസിപ്പേഷൻ ഉള്ളതുകൊണ്ട് ഡിവോഷണൽ സോങ്സിനോട് നല്ലൊരു ഇഷ്ടമുണ്ടായിരുന്നു പണ്ട് മുതലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സെൻറ് തോമസ് കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു. അവിടുത്തെ കോളേജ് വെസ്റ്റേൺ ബാൻഡിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചു. അങ്ങനെ അവിടെ നിന്ന് നാഷണൽ ലെവൽ വരെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നല്ലൊരു ലെവൽ വരെ ആ കോളേജ് ബാൻഡ് ഗ്രൂപ്പ് സോങ്ങിൽ വിൻ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ലൂർദ് ഇടവകയിലത്തെ ഡയറക്ടർ അച്ഛൻ വന്ന് പുതിയൊരു വെസ്റ്റേൺ ഡിവോഷണൽ ബാൻഡ് നമുക്ക് തുടങ്ങിയാലോ എന്ന് ഞങ്ങളോട് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ മുമ്പേ അങ്ങനെ ഒരു ഇപ്പോഴത്തെ യൂത്തിന് ഒരു മലയാളം സോങ്സ് പാടുന്നതിനേക്കാളും എന്തുകൊണ്ടും വെസ്റ്റേൺ ആകുമ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടമാവും, അത് നമ്മുടേതായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമാവും എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതേ ടൈം തന്നെയാണ് ഞങ്ങളുടെ ഡയറക്ടർ അച്ഛനും എന്നോട് വന്ന് ഈ കാര്യം നമുക്കിങ്ങനെ ഒരു ബാൻഡ് തുടങ്ങിയാലോ എന്ന് ചോദിച്ചത്. അതൊരു മാജിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു, ഒത്തിരി സന്തോഷമായൊരു സിറ്റുവേഷൻ. അപ്പോൾ അച്ഛൻ എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ നമുക്ക് തുടങ്ങാലോ, ഒരു കുഴപ്പമില്ല, അതിൽ എനിക്ക് അത്ര സന്തോഷമുള്ളൂ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ്. അച്ഛൻ്റെ പാഷനും അത് തന്നെയാണ്, ഒരു വെസ്റ്റേൺ ഡിവോഷണൽ ബാൻഡ് തുടങ്ങണം എന്നുള്ളത്. ഞാനവിടെ കൊയറിൽ മെമ്പറായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊയറിൽ മറ്റൊരു മെമ്പറാണ് ടോം. ഞങ്ങൾ ലൂർദ് പള്ളിയിൽ ഒരുമിച്ച് കൊയറിലുള്ളതാണ്. അപ്പം ഡയറക്ടർ അച്ഛൻ എന്നോട് വെസ്റ്റേൺ ബാൻഡിൻ്റെ ഡിവോഷണൽ ബാൻഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത് വന്ന് ടോമിനോട് ഷെയർ ചെയ്തു. ടോമിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ടോമിന് അന്നത് കേട്ടപ്പോൾ. ഡിവോഷണൽ വെസ്റ്റേൺ ബാൻഡ് എനിക്ക് അങ്ങനെ ഒരു ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, അങ്ങനെയാണ് ടോം എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ ടോമിനെ അതൊന്നും കുഴപ്പമില്ലടാ, നമുക്ക് ചെയ്യാം, അതായത് ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ടായിരുന്നു. കാരണം അത് നമ്മുടെ പാഷനായിട്ട് ശരിക്കും അത്ര ഉള്ളിൽ തോന്നിയതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അവനോട് അത്രയും സപ്പോർട്ടീവായിട്ട് സംസാരിച്ചത്. ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് ചെയ്യാടാ, എങ്ങനെ പോലും ചെയ്യാം, പ്രാക്ടീസ് ചെയ്താൽ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനും ടോമും കൂടി എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് ഫസ്റ്റ് പ്രാക്ടീസ് സെഷൻ സ്റ്റാർട്ട് ചെയ്യണത്. ഞങ്ങൾ ഫസ്റ്റ് ഡിവോഷണൽ സോങ് ഞങ്ങൾ കേട്ടു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു 2-3 സോങ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസം ഗോഡ്, അതുപോലെ എവർലാസ്റ്റിംഗ് ഗോഡ്, അങ്ങനെ 2 സോങ്സാണ് ഞങ്ങൾ ആദ്യം കേട്ടത്. അതിൽ ഓസം ഗോഡ് കേട്ടപ്പോൾ ഒരു വെസ്റ്റേൺ ഡിവോഷണൽ സോങ്ങിൻ്റെ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്പിരിച്വൽ ഹാപ്പിനെസ്സും അത് നമ്മളെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ഒരു രീതിയും ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനായിരുന്നു അത്. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ ഞങ്ങൾ ആ ലിറിക്സ് വെച്ച് അത് പഠിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ അതിനുള്ളൊരു ഫയർ കൂടി. എസ്പെഷ്യലി എനിക്കത് ടോമിൻ്റെ അടുത്താണ് കാണാൻ പറ്റിയത്. ടോം അത് കണ്ട് ലിറിക്സൊക്കെ കണ്ട് ടോം അതിനോട് സ്യൂട്ടായി കറക്റ്റായിട്ട് പാടി. ഞങ്ങളുടെ പ്രാക്ടീസ് ഡെവലപ്പായപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സും ഞങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത്തും കിട്ടി. ഹായ്, എൻ്റെ പേര് ടോം. ഞാൻ റാമിയസ് ബാൻഡിൽ ഇപ്പോൾ ബേസ് ഗിറ്റാറും വോക്കലുമാണ് ചെയ്യണത്. ഞാൻ കാക്കനാട് ഇൻഫോ പാർക്കിൽ ഏൺസ്റ്റ് ആൻഡ് യങ് എന്നുള്ള കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. ഞാൻ ഇതിലേക്ക് വരാനുള്ള സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാണെങ്കിൽ ജിനോ, ഞാൻ ലൂർദ് പള്ളി കൊയറിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുതിയൊരു അച്ഛൻ വരികയും ആൾക്ക് ഇങ്ങനെ ഒരു ഡിവോഷണൽ ബാൻഡ് തുടങ്ങാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ജിനോ ആണ് ഫസ്റ്റത്തെ മെമ്പർ. അപ്പോൾ ജിനോ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അങ്ങനെ ജിനോ എന്നോട് പറഞ്ഞു, എടാ ഇങ്ങനൊരു ബാൻഡ് തുടങ്ങാൻ അച്ഛന് താല്പര്യമുണ്ട്, നീ വരണം, എന്തായാലും ഒന്ന് പാടി നോക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ശരിക്കും ഞാൻ ആ സമയത്ത് വോക്കലാണ്, എനിക്ക് ഗിറ്റാറിൻ്റെ ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഇരിക്കുകയാണ് ജിനോ പറയണത്. അങ്ങനെ ജിനോ പറഞ്ഞു എന്നോട്, നമുക്ക് പാടി നോക്കാടാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും കിട്ടാത്തതൊന്നുമല്ല, ആർക്കെങ്കിലും പാടി കിട്ടാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം വെസ്റ്റേൺ സോങ്സ് കേൾക്കാറ് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ.
അങ്ങനെ അച്ഛനെ കണ്ടു. അച്ഛനും കുറേ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ദിവസം ജിനോൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഒരു പാട്ട് നോക്കി, ഓസം ഗോഡ് എന്നുള്ള സോങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇരുന്നു. അങ്ങനെ ഇരുന്ന് ആ സോങ് ഫുള്ള് ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. അന്ന് എനിക്ക് എന്താണെന്നറിയില്ല, ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വെസ്റ്റേൺ സോങ് ഒരെണ്ണം പാടുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, എന്തോ ഒരു സംഭവമായിരുന്നു എനിക്ക്. അങ്ങനെ പിന്നെ ഒരു പ്രോഗ്രാം ഞാനും ജിനോവും മാത്രമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലെവലിൽ എന്നുള്ള പോലെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള പോലെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫസ്റ്റായിട്ട് ഞാനും ജിനോ മാത്രമായിട്ട്, അതായത് ജിനോ അന്ന് ഗിറ്റാർ വായിക്കുകയാണ് ചെയ്തത്, ഗിറ്റാറും വോക്കലും, ഞാൻ വോക്കലും മാത്രം. അങ്ങനെ ഞങ്ങളൊരു പ്രോഗ്രാമൊക്കെ ചെയ്തു. അങ്ങനെ വന്ന് ഇരുന്ന് കുറച്ച് നാളുകൾ അങ്ങനെ പോയി. അപ്പോഴാണ് അച്ഛൻ പറയണത്, ഇങ്ങനെ എടാ നമുക്കിങ്ങനെ കുറച്ചും കൂടി ആൾക്കാരെ കിട്ടിയാൽ നല്ലതാണ്, ഗിറ്റാർ വായിക്കേണ്ട ആളെ വേണം, അതേപോലെ കീബോർഡ്, ഡ്രംസ്, അങ്ങനെ എല്ലാം നമുക്ക് വേണം, എല്ലാവരെയും സെറ്റാക്കണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അച്ഛാ പേടിക്കണ്ട, എല്ലാവരും ഇങ്ങനെ തന്നെ വരും. സത്യം പറഞ്ഞ എന്തോ ഒരു മിറാക്കിളാണിത്, ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടിയത് തന്നെ. അങ്ങനെ ഞങ്ങൾ കുറേ അധികം പ്രോഗ്രാംസ് ചെയ്തു വന്നു. അങ്ങനെ എല്ലാവരും ബാൻഡ് സെറ്റ് ഫോമായി ചെയ്ത് അങ്ങനെ കുറേ പ്രോഗ്രാംസ് ചെയ്തു വന്നപ്പോഴാണ് ഞങ്ങളൊരു കുറവായിട്ട് തോന്നിയത്, ബേസ് ഗിറ്റാർ ഇല്ല എന്നുള്ളൊരു കുറവ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പാട്ടിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ബേസ് ഗിറ്റാറാണ്. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയ പിന്നെയാണ് എനിക്കതൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ എനിക്ക് അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ബേസ് ഗിറ്റാർ നീ വായിക്കണം എന്നോട് പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ പോലെയായി. എനിക്ക് ഗിറ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 മാസം മാത്രം ചെറിയൊരു ക്ലാസ്സിന് പോയിട്ടുണ്ട്, ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അങ്ങനെ എനിക്ക് അച്ഛൻ പറഞ്ഞു, ബേസ് ഗിറ്റാർ നീ വായിച്ചേ പറ്റൂ, നീ എങ്ങനെയും പ്രാക്ടീസ് ചെയ്തത് ശരിയാക്കി എടുക്കണം, ഗിറ്റാർ ഞാൻ എന്തായാലും മേടിച്ച് തരും, നീ എന്തായാലും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം സുപ്രഭാതത്തിൽ അച്ഛൻ വന്നിട്ട് ബേസ് ഗിറ്റാർ മേടിക്കാൻ പൈസ തന്നു. ഞങ്ങൾ പോയി മേടിച്ചു. അങ്ങനെ ആൽബിൻ നല്ല ഒരു ഗിറ്റാറിസ്റ്റ് ആയ കാരണം ആൽബിൻ്റെ നിന്ന് കുറേ നല്ലോണം അവൻ കഷ്ടപ്പെട്ടുണ്ട് എന്നെ പഠിപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ബേസ് ഗിറ്റാർ ഒരുവിധം പഠിച്ച് സെറ്റായി. പിന്നീട് കുറേ അധികം പ്രോഗ്രാംസ് ചെയ്തു. അങ്ങനെ എന്നിലൂടെ വന്നത് ഒരാളാണ് ആൽബിൻ. Second chance, the chains have come undone. Death divine and the Father's love. We are living to make your name high. Jesus, living to make your name high. Jesus, you get what the world could never say. What they will, say what they will. We are free. Whoa. Atmosphere is changing, can you hear the people rising up? And the hope of your freedom, of former ways are breaking. We seek your face, God let your kingdom come, and the blazes be lifted up. Yeah, we are living to make your name high. Jesus, living to make your name high. Jesus, you get what the world could never say. What they will, say what they will. We are free. Whoa, Youth for Christ. 2015
ഈ കരുണയുടെ വർഷത്തിലെ ക്രിസ്മസ് ആഘോഷം റാമിയേഴ്സിലെ ചെറുപ്പക്കാരുമായിട്ട് കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷിക്കാൻ എനിക്ക് കഴിയുന്നതിൽ അനൽപമായിട്ടുള്ള ആനന്ദവും അഭിമാനമുണ്ട്. ഇവർ പല സ്ഥലത്തും യുവജന പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടിട്ട് മ്യൂസിക് ചെയ്യാനായിട്ട് വരുമ്പോൾ എനിക്ക് കൗതുകം തോന്നിയിട്ടുണ്ട്. ഇവരാരാണ്, ഇവരെന്താണെന്നൊക്കെ. എൻ്റെ തന്നെ സെക്രട്ടറി അച്ഛൻ ഫാദർ ഡിജോ ഒലക്കെങ്കിൽ ഇവരുടെ നേതാവായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്, ഞാൻ ഇവരെ പരിചയപ്പെടുന്നത്. തൃശ്ശൂരിലൊരു പറ്റം ചെറുപ്പക്കാരായിട്ടുള്ള കഴിവുള്ള യുവജനങ്ങളാണിവർ. ഇവർ തിരഞ്ഞെടുത്ത പേര് തന്നെ ഇവിടെ നിയോഗം സൂചിപ്പിക്കുന്നതാണ്, റാമിയേഴ്സ്. ഹീബ്രു ആണ് പദം. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഇടിനാദമെന്നാണ്. പാട്ടുപാടാൻ ഇവർക്ക് ദൈവം നൽകിയ സർഗശേഷിയുണ്ട്. അത് ദൈവത്തിൻ്റെ പ്രതിധ്വനിയാക്കി മാറ്റാൻ അവരാഗ്രഹിക്കുന്നു. ഈ ചെറുപ്പക്കാരുടെ ഹൃദയത്തിൽ ഈശോ കൊടുത്ത ഒരു തീയുണ്ട്. അതിതാണ് ഈശോയ്ക്ക് വേണ്ടി കത്തിപ്പടരുക, ഈശോയുടെ രാജ്യത്തിനു വേണ്ടി തീപ്പന്തങ്ങളാക്കുക. നല്ല ചുണക്കുട്ടന്മാരവർ. ഇവർ പാടുകയും ആടുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട്. ഇവരെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ക്രിസ്മസിന് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 18 തുടങ്ങി 22 വരെയുള്ള വചനങ്ങളുടെ ഒരു ധനികനായ യുവാവിൻ്റെ കഥയാണ്. നല്ലവനായിരുന്നു, അവന് ഇഷ്ടം പോലെ സമ്പത്തുണ്ടായിരുന്നു. യേശുവിനെ അനുഗമിക്കാൻ അവൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ യേശു ഒരു നിബന്ധന വെച്ചു, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ പാവങ്ങൾക്ക് കൊടുക്കണം. അതവന് ഇഷ്ടമായില്ല. അവൻ മടങ്ങിപ്പോകുമ്പോൾ ഈശോവിനെ കുറിച്ച് പറഞ്ഞു, അവൻ സമ്പന്നനായിരുന്നു, പക്ഷെ അവനൊരു കുറവ് പറ്റി. എന്താണത്? അത് വിറ്റ് അവൻ അവൻ്റെ സാമ്രാജ്യം കെട്ടാനാണ് ആഗ്രഹിച്ചത്. വലിയ കോട്ടക്കൊത്തളങ്ങൾ പണിയാനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. അത് ദൈവത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും സഹോദരങ്ങളുടെ ഉപരി നന്മയ്ക്കും വേണ്ടി ചെലവഴിക്കാൻ അവന് തയ്യാറായില്ല. അതുകൊണ്ടാണ് അവൻ ഉപേക്ഷിച്ച് പോയത്. ഈ ചെറുപ്പക്കാരുടെ മനസ്സിൽ അവനിൽ നിന്നൊരു വ്യത്യസ്തതയുണ്ട്. ഇവർക്ക് പാടാൻ നല്ല കഴിവുണ്ട്. ആളുകളുടെ മുൻപിൽ ഭാവാഭിനയത്തിലൂടെയും സർഗശേഷിയിലൂടെയും സംസാരിക്കാനും പ്രകടിപ്പിക്കാനും കഴിവുണ്ട്. അത് തരം താഴ്ന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി. യോഹന്നാൻ അപ്പസ്തോലൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വചനപ്രകാരമാണ്, യുവാക്കളെ നിങ്ങൾ ശക്തരാണ്, കാരണം നിങ്ങൾക്ക് ദൈവവചനമുണ്ട്. നിങ്ങളതുപയോഗിച്ച് ലോകത്തെ കീഴടക്കണം. ഇന്ന് സംഭവിക്കുന്ന മറിച്ചാണ്. യുവാക്കൾക്ക് ഒരുപാട് ശക്തിയുണ്ട്, എന്തുമാത്രം കഴിവാണ്. ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സസ് 2020 ലോകത്തിലെ ഏറ്റവും മുമ്പിലാണ്. കാരണം ഇന്ത്യയിലെ ജനസംഖ്യയിൽ 45% 35 വയസ്സിന് താഴെയാണ്. ലോകത്തിൽ ഒരു രാഷ്ട്രത്തിനും ഇത്രയധികം യുവജന സ്രോതസ് ഇല്ല. എന്തുമാത്രം ബുദ്ധിയുള്ള എഞ്ചിനീയർമാർ, എന്തുമാത്രം കപ്പാസിറ്റിയുള്ള ഡോക്ടർമാർ, എന്തുമാത്രം ആരോഗ്യമുള്ള യുവജനത. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ യുവാക്കൾ എനിക്ക് തോന്നുന്നു പഴയ തലമുറയേക്കാൾ കുറേ കൂടെ സൗന്ദര്യമുള്ള തലമുറയാണ്. ആ സൗന്ദര്യം അവർക്ക് സൂക്ഷിക്കാനും അറിയാം.
ടെക്നിക്കലായിട്ട് അവരുടെ കഴിവ് എത്ര വലുതാണ്. സോഷ്യൽ മീഡിയയിൽ, നെറ്റ്വർക്കിൽ, കമ്പ്യൂട്ടറിൽ ഒരു വലിയ സാമ്രാജ്യം തന്നെ അവർ. പക്ഷെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, ലോകത്തെ ഇവർ കീഴടക്കേണ്ടതിന് പകരം ഇന്ന് ലോകം ഇവരെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചെന്നിരുന്നു. 60ഓളം പേരുണ്ട്. അതിൽ 50 പേര് 30 വയസ്സിന് താഴെയാണ്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ. ഇന്ന് നിങ്ങൾക്കറിയാം, സൈബർ സെല്ലിൽ ഏറ്റവും കൂടുതൽ കേസുകൾ പോലീസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് യുവാക്കളുടെ ഇടയിലാണ്. നെറ്റ് ഉപയോഗിച്ച്, മൊബൈൽ ഉപയോഗിച്ച്, കമ്പ്യൂട്ടർ ഉപയോഗിച്ച്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നശിച്ചു പോകുന്ന പിള്ളേരെ, ജീവിതത്തിലെ സൗന്ദര്യവും ആരോഗ്യവും പാഴാക്കി കളയുന്നവർ. റാമിയാൾസ് സമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട്. യുവാക്കൾ, നിങ്ങൾ ശക്തരാണ്, നിങ്ങൾക്ക് വചനമുണ്ടാകട്ടെ, നിങ്ങളിൽ ദൈവമുണ്ടാകട്ടെ, നിങ്ങളുടെ കഴിവ് ദൈവത്തിൻ്റെ രാജ്യത്തിന് ഉപയോഗിക്കാൻ കഴിയട്ടെ. ഇവിടെ ഒരു പ്രതിജ്ഞയുണ്ട്, എന്നെ വളരെ ആകർഷിച്ചൊരു പ്രതിജ്ഞയാണ്. ഒരിക്കലും ഈശോയ്ക്ക് വേണ്ടി അല്ലാതെ പാടില്ല. ഈശോയുടെ മൂല്യങ്ങൾക്ക് നിരക്കാത്ത പാട്ടുകൾ ഇവിടെ സ്വരം ഉപയോഗിച്ച് ഒരു പാടില്ല. ഇന്നത്തെ യുവതലമുറയുടെ മുൻപിൽ ഇവർക്ക് ഭ്രാന്താണ്. എനിക്കും അങ്ങനെ തോന്നിയിരിക്കുന്നത്. ഇവിടെ വേഷമൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നി ചെറിയൊരു ഭ്രാന്ത് ഇവർക്കുണ്ട്. പക്ഷെ ഇവിടെ ഭ്രാന്ത് ഹൃദയത്തിലാണ്. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യം പടുത്തുയർത്തുന്നതിന് വേണ്ടി ഹൃദയത്തിൽ ഭ്രാന്ത് പിടിച്ച ചെറുപ്പക്കാർ, അസീസിയിലെ ഫ്രാൻസിസിൻ്റെ പുതിയ തലമുറക്കാർ. ഞാൻ ഈ കേക്ക് മുറിക്കുമ്പോൾ ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സിദ്ധികൾ ഈ കേക്ക് പോലെ മുറിയപ്പെടട്ടെ. അത് ക്രിസ്മസിൻ്റെ വലിയ സന്തോഷം എല്ലാവർക്കും എത്തിക്കാൻ കാരണമാകട്ടെ. വിഷ് യു ഓൾ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വന്നിട്ട് അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് ഇലക്ട്രിക് ഗിറ്റാർ എൻ്റെ കയ്യിലെടുത്ത് തരികയാണ്. ഇലക്ട്രിക് ഗിറ്റാർ അത് കണക്റ്റഡ് അല്ല. എന്നിട്ട് ജസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അത് പാട്, ഞാൻ ഒന്ന് കേട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പറ്റാവുന്ന, ഞാൻ പഠിച്ച രീതിയിലൊക്കെ ഞാൻ അത് പാടി കേൾപ്പിച്ചു. അപ്പോൾ അച്ഛൻ അത് ഭയങ്കര അധികം ഇഷ്ടമായി. പിന്നെ എല്ലാത്തിലും ഉപരി റാമേൽസ് എന്ന് പറയുമ്പോൾ എനിക്കതിൽ ഞങ്ങളുടെ ടീമിൻ്റെ ഇടയിലുള്ള ഒരു കോർഡിനേഷൻ. കാരണം ഞങ്ങൾ പല രാത്രികളിലും ലൂർദ് പള്ളിയിൽ ഒന്നിച്ചിരുന്ന്, ആരും ഇല്ലാണ്ട്, കാരണം കപ്പേര് മാത്രമേ ഉണ്ടാവുള്ളൂ പള്ളിയിൽ, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ കൊന്തമാസത്തിലാണ് മെയിനായിട്ട് ചെയ്യാറ്. ആ ഒരു സമയം ഇപ്പോഴും ശരിക്ക് ഇപ്പം ഞങ്ങൾക്ക് മിസ്സാവാണ് ശരിക്കും. അപ്പോൾ ഒരു പ്രോഗ്രാമിന് തന്നെ തിരിച്ചു പോകുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി മുതൽ നീയാണ് ഈ ബാൻഡിൻ്റെ കോർഡിനേറ്റർ. എല്ലാ പ്രോഗ്രാംസിൻ്റെ ബാക്ക് സ്റ്റേജ് ആ കാര്യങ്ങൾ, അതിൽ വരുന്ന സൗണ്ടിൻ്റെ ആവശ്യങ്ങളും അങ്ങനത്തെ ബാക്കിൽ എന്ത് ചെയ്യണം, അതായത് മ്യൂസിക് അല്ലാതെ ഉള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നീയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഐ ഫെൽറ്റ് പ്രൗഡ്. കാരണം ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് എനിക്ക് അതിൽ കിട്ടിയത്. Merry Christmas, we wish you a Merry Christmas.